സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ചോദിച്ചത്. കോസ്റ്റ് അക്കൗണ്ടിങ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം സെറ്റപ്പ് ഫോർ റെക്കോർഡിംഗ് കോസ്റ്റ്. അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കൺസേണിലുള്ള കോസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ്, അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. അതായത് കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനെയും അതേപോലെ അനലൈസ് ചെയ്യുന്നതിനെയും അതിനെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെയും ഒരു ആർട്ട് ആയിട്ടും അതേപോലെ സയൻസ് ആയിട്ടുമാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻസ്റ്റാളിങ് എ കോസ്റ്റിംഗ് സിസ്റ്റം. ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസേണിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ വരുന്ന ഓരോ പോയിന്റുകൾ ജസ്റ്റ് നോക്കുക. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിൽ കുറവ്. അതേപോലെ റെസിസ്റ്റൻസ് ഫ്രം എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാഫ്, നിലവിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ. അതേപോലെ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ, ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ. അതേപോലെ ഷോർട്ടേജ് ഓഫ് ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് സ്റ്റാഫ്. ഓക്കെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിന് കിട്ടാത്ത പ്രശ്നം അല്ലെങ്കിൽ ഷോർട്ടേജ്. ദെൻ നെക്സ്റ്റ് ഹെവി എക്സ്പെൻഡിച്ചർ, നല്ല എക്സ്പെൻഡിച്ചർ വേണ്ടി വരും എന്നുള്ളത്. അതേപോലെ ലാക്ക് ഓഫ് കോൺഷ്യസ്നെസ് എമംഗ് ദി പ്രൊഡക്ഷൻ പേഴ്സണൽ. ഓക്കെ, പ്രൊഡക്ഷൻ പേഴ്സണലിൻ്റെ ഭാഗത്തു നിന്നുള്ള കോസ്റ്റ് കോൺഷ്യസ് ഇല്ലായ്മ. ദെൻ അതേപോലെ ദി സിസ്റ്റം സെലക്റ്റഡ് മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. ഓക്കെ, സെലക്ട് ചെയ്ത സിസ്റ്റം സ്ഥാപനത്തിന് ഓർഗനൈസേഷന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത അവസ്ഥ. ഇതൊക്കെ എന്താണ്, ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് ഒരു സ്ഥാപനത്തിലേക്ക് ഇത്തരത്തിൽ കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോരായ്മകൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് പോയിന്റ് വൈസ് ആയിട്ട് ജസ്റ്റ് നിങ്ങൾ ആദ്യം പഠിക്കുക. അതേപോലെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതും ക്വസ്റ്റ്യൻ വന്നേക്കാം. ഹൗ ടു ഓവർകം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതിന് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് ദി ടോപ്പ് മാനേജ്മെന്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കോൺഫിഡൻസ് ബിഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് എ കോസ്റ്റിംഗ്. ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ടോപ്പ് മാനേജ്മെന്റ് എന്തായിരിക്കുക, കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. Second one, the existing accounting staff should be impressed in such a way that the new system is not competitive but complementary to the existing system. അതായത് ന്യൂ സിസ്റ്റം എന്ന് പറയുന്നത് സ്ഥാപനത്തിന് എന്തല്ല, ഒരു കോമ്പറ്റേറ്റീവ് ആയതുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ അത് സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായതുകൊണ്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് അവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാഫിനെ. ദെൻ ദി മാനേജ്മെൻറ്റ് ഷുഡ് റിമൂവ് ദി ഫിയർ ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള പേടി മാറ്റാൻ വേണ്ടി മാനേജ്മെൻറ്റ് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ദി അസിസ്റ്റൻറ്റ് സ്റ്റാഫ് ഇൻ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ട്രെയിൻഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അതായത് അക്കൗണ്ടിങ് സ്റ്റാഫിന് എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ടു അവോയ്ഡ് എക്സസ് കോസ്റ്റ് എ കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് ബി ഇൻസ്റ്റാൾഡ്. ഓക്കെ, അതായത് എക്സസ് ആയിട്ടുള്ള കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു കോസ്റ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, ദർ ഷുഡ് ബി എ പ്രോപ്പർ സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ബൈ ദി കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യുക, സൂപ്പർവിഷൻ നടത്തുക, അതേപോലെ റിവ്യൂ നടത്തുക, നമ്മുടെ സിസ്റ്റം എത്രത്തോളം എന്താണ് സിസ്റ്റമാറ്റിക് ആണ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഓവർകമ്മിങ് പോയിന്റുകൾ വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്യുക, അതേപോലെ അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്. കോസ്റ്റ് അക്കൗണ്ടിങ് ICMA ഇംഗ്ലണ്ട് ഹാസ് ഡിഫൈൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആസ് ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫ്രം ദി പോയിന്റ് അറ്റ് വിച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ആർ കമ്മിറ്റഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളതാണ് ICMA ഡിഫൈൻ ചെയ്തത്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തെ
ഒന്നാമത്തത് ടു അസർട്ടൈൻ കോസ്റ്റ്, രണ്ടാമത്തെ ടു കൺട്രോൾ കോസ്റ്റ്, മൂന്നാമത്തെ ടു ഡിറ്റർമൈൻ സെല്ലിംഗ് പ്രൈസ്, ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി, to prepare financial statement, then next to ascertain profitability of different product, to measure efficiency, to control and reduce wastage. Okay, ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഇത് പോയിന്റ് വൈസ് ആണ് കൊടുത്തത്. ഇത് നിങ്ങൾ എക്സ്പ്ലനേഷനും കൂടി നോക്കുക. കോസ്റ്റ് റെക്കോർഡിങ്, കോസ്റ്റ് അലോക്കേഷൻ, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് കമ്പാരിസൺ, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ സ്കോപ്പ് വരുന്നത്. ഓക്കെ, കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക, കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് നടത്തുക, അനാലിസിസ് നടത്തുക, കമ്പാരിസൺ നടത്തുക, കൺട്രോൾ ചെയ്യുക, അതേപോലെ ഓഡിറ്റ് ചെയ്യുക, കോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് ഇതിൻ്റെ സ്കോപ്പുകളായിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഈ പോയിന്റുകളൊക്കെ. അത് ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു സ്ഥാപനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകേണ്ടത്? അതിലൊന്നാമതാണ് സെറ്റിംഗ് അപ്പ് ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്ഥാപനത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്യണം. അതേപോലെ സ്റ്റഡിയിങ് ദി എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ, നിലവിലുള്ള ഓർഗനൈസേഷനെ കുറിച്ച് പഠനം നടത്തുക. ദെൻ നെക്സ്റ്റ് വൺ ഡിസൈനിങ് ദി സ്ട്രക്ചർ ഓഫ് കോസ്റ്റ്, കോസ്റ്റ് സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് റേറ്റ്, കോസ്റ്റ് റേറ്റുകൾ ഡിറ്റർമിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ദി സിസ്റ്റം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ ഓർഗനൈസിങ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ സിലബസിൽ ഈ ഒരു ഡിഫറൻസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേർപ്പസ് ഈസ് ടു അസർട്ടൈൻ കൺട്രോൾ ദി കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റും അതേപോലെ കൺട്രോളുമാണ് അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പേർപ്പസ് എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് നൽകലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് സ്കോപ്പാണ്. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വൈഡ് ആണ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ബജറ്റിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? ലിമിറ്റഡ് സ്കോപ്പാണെന്നുള്ളതാണ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് യൂസസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമേ വരുന്നുള്ളൂ. എന്നാലോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. എന്നാലോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റും വരുന്നുണ്ട്, അതേപോലെ റവന്യൂവും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് കറണ്ട് ഡാറ്റ. ഹിസ്റ്റോറിക്കലും അതേപോലെ കറണ്ട് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൺസേൺഡ് വിത്ത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, അല്ല പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ പ്രൊസീഡ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മുമ്പ് വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ സ്റ്റാർട്ട്സ് വിത്ത് വേർ കോസ്റ്റ് അക്കൗണ്ടിങ് എൻഡ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് അവസാനിച്ചാലാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വർക്ക് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് ഡിഫൈൻ കോസ്റ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, കോസ്റ്റിംഗ് ഡിഫൈൻ ചെയ്യാൻ ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്നാണ് ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്തത്. ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് കണ്ടെത്തുന്നതിൻ്റെ പ്രോസസ്സിനെ അല്ലെങ്കിൽ ടെക്നിക്കാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റിംഗ് എന്ന് പറയുക. ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റേയിങ് വിത്തിൻ പ്രീ ഡിറ്റർമൈൻഡ് ബജറ്റ്. ഒരു ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് കോസ്റ്റ് കൺട്രോൾ, ഒരു പ്രത്യേക ബജറ്റിൻ്റെ ഉള്ളിൽ. ദെൻ പെർമനൻ്റ്ലി ലോവറിങ് ദി പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് കോസ്റ്റ് റിഡക്ഷൻ്റെ പണി വരുന്നത്. ദെൻ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിവെൻറ്റീവ് ആണ്. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കറക്റ്റീവ് ആക്ഷൻ ആണ്. അതായത് തിരുത്തുക എന്നുള്ളതാണ്. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ടെമ്പററി ആണ് ഇവിടെ കോസ്റ്റ് കൺട്രോൾ, എന്നാൽ പെർമനൻ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെയിൻറ്റെയിൻസ് കറണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ദെൻ ഇവിടെ ഇംപ്രൂവ് ആൻഡ് മെയിൻറ്റെയിൻസ് ക്വാളിറ്റി വൈൽ ലോവറിങ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്.
ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? അതിലൊന്നാമതാണ് ലാക്ക് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാപനങ്ങളും ഓരോ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, ഒരു യൂണിഫോമിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം, ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം പറയുന്നത് എന്നുള്ളതാണ്. ഇനി റിക്വയർസ് ഹെവി എക്സ്പെൻഡിച്ചർ, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു സ്ഥാപനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് അതിന് കുറേ ചിലവുകളും കാര്യങ്ങളൊക്കെ വരും. റിക്വയർസ് ഹെവി എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് വരുന്നത്. കോസ്റ്റ് കമ്പ്യൂട്ടഡ് ഫോർ വൺ പേർപ്പസ് മെ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ സം അതർ പേർപ്പസ്, നമ്മൾ ഒരു കാര്യത്തിന് കാൽക്കുലേറ്റ് ചെയ്ത കമ്പ്യൂട്ട് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് വേറെ കാര്യത്തിന് അത് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇനി ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ട്രേഡിംഗ് കൺസേൺ. നോർമലി ഒരു മാനുഫാക്ചറിങ് കൺസേണിലാണ് നമ്മൾ കോസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻസ് ആൻഡ് പ്രിസംഷൻസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നതെന്നാണ് കുറേ അസംഷൻസും പ്രിസംഷൻസും ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ആക്യുറേറ്റ് ഓർ നോട്ട് എക്സാക്ട് സയൻസ് എന്നുള്ള, കൃത്യമായിക്കൊള്ളണമെന്നില്ല, ഒരു ശരിയായ രീതിയായിരിക്കണമെന്നില്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് എന്നുള്ള. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫൈൻ കോസ്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഒബ്ജക്റ്റും കോസ്റ്റ് ഡ്രൈവറും ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. കോസ്റ്റ് ഒബ്ജക്റ്റ് മീൻസ് എനിത്തിങ് ഫോർ വിച്ച് മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു കളക്ട് ഓർ അക്യുമുലേറ്റ് കോസ്റ്റ്. മാനേജ്മെൻറ്റ് എന്തിനു മുകളിലാണോ കോസ്റ്റ് കണ്ടെത്താനും അത് കളക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെയാണ്, ആ ഒരു കാര്യത്തെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. അതായത് അക്കോർഡിംഗ് ടു കോളിൻ ഡ്യൂറി, കോസ്റ്റ് ഒബ്ജക്റ്റ് റെഫേഴ്സ് ടു എനി ആക്ടിവിറ്റി ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് ഈസ് ഡിസൈഡ്. ഓക്കെ, കോസ്റ്റ് ഒബ്ജക്റ്റ് refers to any activity for which a separate measurement of cost is desired. ഓക്കെ, അതായത് കോസ്റ്റ് ഒബ്ജക്റ്റ് മേ ബി പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ സർവീസ് ആകാം, അല്ലെങ്കിൽ കസ്റ്റമർ ആകാം, അല്ലെങ്കിൽ ആക്ടിവിറ്റി ആകാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ പ്രോഗ്രാം ആകാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആകാം, എന്തുമാകാം. ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ തന്നെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് യൂണിറ്റും ഉൾപ്പെടും, കോസ്റ്റ് സെൻറ്ററും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നതാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എനി ആക്ടിവിറ്റി ഓർ ഫാക്ടർ ദാറ്റ് ഡയറക്ട്ലി കോസസ് ചേഞ്ചസ് ഇൻ കോസ്റ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി, പ്രോഡക്റ്റ്, സർവീസ്. അതായത് ബിസിനസ് ആക്ടിവിറ്റി അല്ല പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിനെ ഡയറക്ട്ലി ചേഞ്ചസ് ഉണ്ടാകുന്ന ഘടകം അല്ലെങ്കിൽ ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് പറയും, കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയും. ഓക്കെ, ഇനി വാട്ട് യു മീൻ ബൈ അബ്നോർമൽ ഗെയിൻ? എന്താണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദി ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ദി നോർമൽ ഔട്ട്പുട്ട്, നമ്മുടെ നോർമൽ ഔട്ട്പുട്ടിനേക്കാളും കൂടുതലാണ് ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഈസ് അബ്നോർമൽ ഗെയിൻ. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നതിനെയാണ് 100 ആണ്, നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ നോർമലി ഉണ്ടാകാറുള്ളത് 75 ആണ് അല്ലെങ്കിൽ 80 ആണെങ്കിൽ ഇവിടെ വരുന്ന 80 അതേപോലെ 100 തമ്മിലുള്ള ഡിഫറൻസ് 20 ആണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫൈൻ വേസ്റ്റ്, സ്ക്രാപ്പ്. വേസ്റ്റ് എന്താണ്, സ്ക്രാപ്പ് എന്താണെന്നുള്ളതാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നോ റെസിജ്വൽ വാല്യൂ. ഓക്കെ, അത് നമുക്ക് വീണ്ടും റീസെയിൽ ചെയ്യാൻ പറ്റൂല, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വേസ്റ്റ് എന്ന് പറയുക. എന്നാലോ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാലോ ടാഞ്ചിബിൾ മാർക്കറ്റ് വാല്യൂ, വാല്യുബിൾ റോ മെറ്റീരിയൽ ഫോർ സെക്കൻഡറി പ്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് സെക്കൻഡറി പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, സ്ക്രാപ്പ് എന്ന് പറയുന്നത്. എന്നാൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നോ റെസിജ്വൽ വാല്യൂ, സ്ക്രാപ്പിന് എന്തുണ്ടാവും, റെസിജ്വൽ വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാരിയസ് മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻ കോസ്റ്റ്. ജോയിൻ കോസ്റ്റ് അപ്പോർഷൻമെൻറ്റിൻ്റെ വാരിയസ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്, മൂന്നാമത്തത് സർവേ മെത്തേഡ്, ദെൻ കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്, സെയിൽസ് വാല്യൂ മെത്തേഡ്, സെയിൽസ് പ്രൈസ് മെത്തേഡ്, നെറ്റ് റിയലൈസബിൾ മെത്തേഡ്. ഇത്രയും മെത്തേഡുകളാണ് വരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, The next differences between joint product and co-product ആണ്. ജോയിൻ പ്രൊഡക്റ്റും കോ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സൈമുൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ്. ജോയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരുമിച്ച് ഒരേ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ കോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ്. ആ പ്രൊഡക്റ്റുകൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജോയിൻ പ്രൊഡക്റ്റിൻ്റെ കേസിൽ നോ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ടിൽ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. ഒരു നിശ്ചിത പോയിന്റ് വരെ, ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ അതിനെ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല ആ ഒരു കോസ്റ്റിനെ. എന്നാൽ കോ പ്രൊഡക്റ്റിൻ്റെ കേസിലോ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ത്രൂ ഔട്ട് മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ഹോൾസ് മെയിൻ വാല്യൂ, അതർ ഹാവ് ലോവർ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് രണ്ടും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുമെന്നുള്ളതാണ്. ഇനി ഓൾ കോസ്റ്റ് അപ് ടു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ആർ ജോയിൻ ഓർ കോമൺ കോസ്റ്റ്. ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള കോസ്റ്റിനെ നമ്മൾ പറയും എന്താണ്, ജോയിൻ കോസ്റ്റ് അല്ലെങ്കിൽ കോമൺ കോസ്റ്റ് എന്നാണ് പറയുന്നത്.
ഇവിടെ ദർ ഈസ് നോ ജോയിൻ കോസ്റ്റ്. ഓക്കെ, കോ പ്രൊഡക്റ്റിൻ്റെ കേസിൽ അവിടെ ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇനി ജോയിൻ കോസ്റ്റ്, ദ ക്വാണ്ടിറ്റി ഓഫ് ജോയിൻ പ്രോഡക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ് ഓർ പ്രോസസ്സിനനുസരിച്ച് അല്ലെ പ്രോഡക്റ്റിനനുസരിച്ച് ജോയിൻ പ്രോഡക്റ്റ് എന്തായിക്കൊണ്ടും അതിൻ്റെ ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കും. ദെൻ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ മാനേജ്മെൻറ്റ് പോളിസി. കോ പ്രൊഡക്റ്റിൻ്റെ കേസിൽ മാനേജ്മെൻറ്റ് പോളിസി ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത് അവിടെ ക്വാണ്ടിറ്റി മാറുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേം ആണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്നത്. വാട്ട് ഈസ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ, ഹൗ ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് എന്നുള്ളതാണ്. ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. ഓക്കെ, അതായത് ഇൻ അതർ വേർഡ്സ് കൺവേർട്ടിംഗ് ദി അൺകംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഇൻറ്റു ഇറ്റ്സ് ഇക്വാലൻ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിൻ്റെ അതിൻ്റെ കംപ്ലീറ്റഡ് ആയ ഇക്വാലൻ്റ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം ചെയ്യുന്നതാണ് അസർട്ടൈൻ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ കണ്ടെത്തുന്നു. ഫൈൻഡ് ദി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ്. കൺവേർട്ട് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒബ്റ്റൈൻ ടോട്ടൽ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ. ഫൈൻഡ് ദി നെറ്റ് പ്രോസസ് കോസ്റ്റ്. അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ആണ് എന്ത് ചെയ്യുന്നത് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൻ പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. മെയിൻ പ്രോഡക്റ്റും ബൈ പ്രോഡക്റ്റും എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മേജർ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അതായത് മെയിനായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ബൈ പ്രോഡക്റ്റ് മൈനർ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, മെയിൻ ഇമ്പോർട്ടൻസ് മേജറിനും അതിൻ്റെ ഒരു മൈനർ ആയിട്ട് വരുന്നതാണ് എന്ത് ബൈ പ്രോഡക്റ്റ് എന്ന് പറയും. മെയിൻ പ്രോഡക്റ്റിന് സിഗ്നിഫിക്കൻറ്റ് സെയിൽസ് വാല്യൂ ഉണ്ടാവും, എന്നാൽ ബൈ പ്രോഡക്റ്റിന് ഇൻസിഗ്നിഫിക്കൻറ്റ് സെയിൽസ് വാല്യൂ മാത്രമേ ഉണ്ടാവും. മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ്. ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആണ്. അതായത് പ്രൈമറി നമ്മുടെ മെയിൻ ഉദ്ദേശം മെയിൻ പ്രോഡക്റ്റ് ഉണ്ടാക്കലാണ്, ബൈ പ്രോഡക്റ്റ് അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്നതാണെന്നുള്ളതാണ്. ഇനി മെയിൻ പ്രോഡക്റ്റ് ഇൻറ്റൻഷനലി പ്രൊഡ്യൂസ്, നമ്മൾ ഇൻറ്റൻഷനലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെയിൻ പ്രോഡക്റ്റ്. എന്നാൽ ബൈ പ്രോഡക്റ്റ് ഇൻസിഡൻ്റലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, മെയിൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളതാണ്. ഇനി മെയിൻ പ്രോഡക്റ്റ് ഗ്രേറ്റർ ക്വാണ്ടിറ്റി ആണ്, എന്നാലും ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ് ലെസർ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ബൈ പ്രോഡക്റ്റുകൾ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേം ആണ് വാട്ട് ഈസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക്ക് whereby fixed cost as well as variable costs are allotted to cost unit. ഓക്കെ, CMA ലണ്ടൻ ഡിഫൈൻ ചെയ്താണ്. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നു. അതായത് ഫിക്സ്ഡ് കോസ്റ്റും കൺസിഡർ ചെയ്യും, അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും കൺസിഡർ ചെയ്യും. എന്നാലും മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ നമുക്കറിയാം, മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യും, വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യും. എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ നമ്മൾ രണ്ട് കോസ്റ്റിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നൊരു ടേം ആണ് വാട്ട് യു മീൻ ബൈ CVP അനാലിസിസ്. എന്താണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്? CVP അനാലിസിസ് എന്ന് പറയുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് ഹൗ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ് ആർ റിലേറ്റഡ് ടു സെയിൽസ് വോളിയം. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ കോസ്റ്റ്, അതേപോലെ ടോട്ടൽ റവന്യൂ, ടോട്ടൽ പ്രോഫിറ്റ് എത്രത്തോളം സെയിൽസ് വോളിയത്തിന് എന്താണ് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൽ നടത്തുന്നത്. ഓക്കെ, അതായത് കൺസേൺഡ് വിത്ത് പ്രെഡിക്റ്റിംഗ് ദി എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ കോസ്റ്റ് ആൻഡ് സെയിൽസ് വോളിയം ഓൺ പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതായത് എഫക്റ്റ് ഓഫ് കോസ്റ്റും അതേപോലെ സെയിൽസ് വോളിയം പ്രോഫിറ്റിൽ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കുന്നതാണ് എന്ത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. എന്താണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി ന്യൂ മെത്തേഡ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ദാറ്റ് ഐഡൻറ്റിഫൈ ഫാക്ടേഴ്സ് ദാറ്റ് ലിമിറ്റ് ദി കമ്പനി ഇൻ അച്ചീവിങ് ഇറ്റ്സ് ഗോൾ. ഓക്കെ, അതായത് കമ്പനി അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണെന്ത് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന പരിമിതപ്പെടുത്തുന്ന ഫാക്ടർ ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് ഇത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. All costs are classified into fixed and variable costs. Only variable costs are charged to product. Fixed costs are charged against profit of the period in which they are incurred. The stock of finished product and work in progress are valued at marginal cost. Selling price is equal to variable cost plus contribution. ഓക്കെ, ഇത് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ
ത്രൂപുട്ട് കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ത്രൂപുട്ട് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ ആണ് ചോദ്യത്തിൽ. അതായത് ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഉൾപ്പെടുന്നതാണ്. എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലോ വാല്യൂഡ് അറ്റ് ടോട്ടൽ വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇവിടെ ടോട്ടൽ കോസ്റ്റ് ആണ് വരുന്നത്, ഇവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. അതായത് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ്. ഇനി ത്രൂപുട്ടിൽ മാക്സിമൈസ് ത്രൂപുട്ട് പെർ ബോട്ടിൽ നെക്ക് ടു ഇൻക്രീസ് ക്യാഷ് ഫ്ലോ. ഇവിടെ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ത്രൂപുട്ട് പെർ ബോട്ടിൽ നെക്ക് എന്ത് ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്യുന്നു. ഇവിടെ ഡിറ്റർമൈൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിനാണ് കാണുന്നത് ഇതിനു വേണ്ടി, ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ട്. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പ്രോബ്ലംസ് ഇൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. പ്രോബ്ലംസ് ഇൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് വരുന്നത് എക്സസീവ് ബജറ്റ് കട്ട്, lack of focus on non-bottleneck, resistance from staff, conflicts, requires understanding, big data collection and understanding, different behavior of metrics, frequent changes in throughput, difficulty in determination of variable cost. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ പ്രോബ്ലംസ് വരുന്നത്. ഇത് ജസ്റ്റ് പോയിന്റ് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ ഡിഫറൻഷിയേറ്റ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഗിവൺ ബൈ CMA ലണ്ടൻ. ദി അസർട്ടൈൻമെൻറ്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ഓഫ് എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത് എന്തൊക്കെയാണ്? ഈസി ആൻഡ് സിമ്പിൾ, കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. സിമ്പിൾ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ആണ്. ബെറ്റർ കോസ്റ്റ് കൺട്രോൾ ഉണ്ടാവും. നോ പ്രോബ്ലം അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓവർ ഹെഡ്. അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രൈസിംഗ് പോളിസി. ഇനി ഇതിൻ്റെ പോരായ്മകൾ വരുന്നത്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ടി ഇൻ സെപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് ഫിക്സഡ് വേരിയബിളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. ഡിഫിക്കൽട്ടി ഇൻ അപ്ലിക്കേഷൻ, അത് അപ്ലൈ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. അണ്ടർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഉണ്ടാകും. ഷോർട്ട് റൺ അനാലിസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ടൈം ഫാക്ടർ ഇഗ്നോർഡ് ആണ് എന്നുള്ളതാണ്. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഓൾ കോസ്റ്റ് ആർ ചാർജ്ഡ്, മൊത്തം കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യും. മാർജിനൽ കോസ്റ്റിങ്ങിലോ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സും അതേപോലെ വർക്കിംഗ് പ്രോഗ്രസ്സും എന്ത് ചെയ്യുന്നത് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്ക് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇനി അബ്സോർപ്ഷനിൽ പ്രോഫിറ്റ് ഈസ് ദി ബേസിസ് ഫോർ ഡിസിഷൻ. ഇവിടെ എന്താണ്? കോൺട്രിബ്യൂഷൻ ഈസ് ദി ബേസിസ് ഫോർ ഡിസിഷൻ. സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്, ഇവിടെ ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് ആണ് മാർജിനൽ കോസ്റ്റിംഗ്. ഇനി വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. എന്നാൽ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ സെയിം ആണ് ഇൻ ദി കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിൽ കോസ്റ്റ് പെർ യൂണിറ്റ് മാറുന്നില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ദി ഫോളോയിങ്: CVP അനാലിസിസ്, പാരറ്റോ അനാലിസിസ്, വാല്യൂ ചെയിൻ അനാലിസിസ്. ഓക്കെ, പാരറ്റോ അനാലിസിസ്, CVP നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാരറ്റോ അനാലിസിസ് പറയും, പാരറ്റോ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് 80% ഓഫ് പ്രൊജക്റ്റ് ബെനിഫിറ്റ് കംസ് ഫ്രം 20% ഓഫ് ദി വർക്ക് എന്നുള്ളതാണ്. അതായത് 20% വർക്കിൽ നിന്നാണ് നമുക്ക് 80% ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ 80% പ്രോബ്ലം ഉണ്ടാകുന്നത് ഒരു 20% കാരണങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസ്, പാരറ്റോ അനാലിസിസിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊന്നാണ് വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് വെർ എ ഫേം ഐഡൻറ്റിഫൈസ് ഇറ്റ്സ് പ്രൈമറി ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്, അതായത് ദാറ്റ് ആഡ് വാല്യൂ ടു ദി ഫൈനൽ പ്രൊഡക്റ്റ്. ഫൈനൽ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടാക്കുന്ന പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുന്നു, ഫേം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് ദെൻ അനാലിസിസ് ദീസ് ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് കോസ്റ്റ്. ഇതിനെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പഠനം നടത്തുന്നു, അനാലിസിസ് നടത്തുന്നതാണ് ഈ ഒരു മെത്തേഡിൽ വാല്യൂ ചെയിൻ അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ കപ്ലാൻ ആൻഡ് കോപ്പേഴ്സ് അപ്രോച്ച് ടു ABC ആണ്. അതായത് ഇറ്റ് ക്ലെയിംസ് ദാറ്റ് കോസ്റ്റ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് ലോങ് ടേം വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഷോർട്ട് ടേം വേരിയബിൾ കോസ്റ്റ്. അതായത് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അപ്രോച്ച് പറയുന്നത് എന്താണ്, വേരിയബിൾ കോസ്റ്റ്, അത് കോസ്റ്റിനെ നമ്മൾ ലോങ് ടേം വേരിയബിൾ കോസ്റ്റ് എന്നും ഷോർട്ട് ടേം വേരിയബിൾ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ട്രഡീഷണലി പറയുന്ന വേരിയബിൾ കോസ്റ്റും അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റും എന്ന് പറയുന്നത് മാറ്റി ലോങ് ടേം വേരിയബിൾ കോസ്റ്റ് എന്നും ഷോർട്ട് ടേം വേരിയബിൾ കോസ്റ്റും എന്ന് ആക്കി മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ABC സ്പോയിലേജ്. അതായത് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. അതായത് എ കോസ്റ്റ് ആട്രിബ്യൂഷൻ ടു
കോസ്റ്റ് യൂണിറ്റ്സ് ഓൺ ദി ബേസ് ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസിന് ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ABC എന്ന് പറയുന്നത്. അതായത് ദി ഫോക്കസ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് ആക്ടിവിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടാസ്ക് ആകാം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് വർക്ക് ആകാം വിത്തിൻ സ്പെസിഫൈഡ് പർപ്പസ്. ഇനി സ്പോയിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പോയിൽഡ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ഫെയിൽ ടു മീറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആൻഡ് ആർ ഡിസ്കാർഡഡ് ഓർ സോൾഡ് അറ്റ് എ റിഡ്യൂസ്ഡ് പ്രൈസ്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ വില കുറച്ചിട്ട് വിൽക്കുകയാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതിൽ ഐഡൻറ്റിഫൈ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്, to focus high cost activities, to distribute overhead on the base of activities, to identify opportunities for improvement and reduction of cost, to validate the success of the quality drive with the ABC, to ensure accurate product costing for decision making, to use information to improve product mix and pricing decision. ഇത്രയുമാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ജസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുക. ഇനി വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫർ പ്രൈസിങ്? എന്താണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ദി പ്രൈസ് ദാറ്റ് വൺ സെഗ്മെൻറ്റ് ഓർ ഡിവിഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജസ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് സപ്ലൈഡ് ടു അനദർ സെഗ്മെൻറ്റ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ഫേമിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ് പാസ് ചെയ്യുമ്പോൾ അവർ ഈടാക്കുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻറ്റേർണൽ ഡിവിഷൻ ചാർജ് ആണ് അറ്റ് വിച്ച് വൺ ഡിവിഷൻ സെൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടു അനദർ ഇൻ ദി സെയിം കമ്പനി. ഓക്കെ, വാട്ട് ഈസ് ട്രാൻസ്ഫർ പ്രൈസിങ്? ഡിസ്ക്രൈബ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റർ കമ്പനി ട്രാൻസ്ഫർ പ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത് ടു ഇവാലുവേറ്റ് ദി കറണ്ട് പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ യൂണിറ്റ്, to improve profit position, okay, to assist decision making for accurate estimation of earnings on proposed investment decision. Okay, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിങ് മെത്തേഡ് ദാറ്റ് ട്രാക്സ് ആൻഡ് അക്യുമുലേറ്റ് ഓൾ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ അസറ്റ് ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈൻ ഫേസ് ത്രൂ മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് ടു ഇറ്റ്സ് ഇവൻച്വൽ എൻഡ് ഓഫ് ലൈഫ് ഡിസ്പോസൽ ആൻഡ് അബാൻഡ്മെൻറ്റ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അതിൻ്റെ തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് മുതൽ ഫൈനലി അത് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെ, ഓക്കെ, ഡിസ്പോസൽ ചെയ്യുന്നത് വരെയുള്ള എൻറ്റയർ കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മൊത്തം കോസ്റ്റ് ഉൾപ്പെടുന്നതാണിത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ ടാർഗറ്റ് കോസ്റ്റിംഗ്, ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സർവീസ് കോസ്റ്റിംഗ്. അതായത് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ ഫോർ റിഡ്യൂസിങ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് കവർ ഇറ്റ്സ് എൻറ്റയർ ലൈഫ് സൈക്കിൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്രൊഡക്ഷൻ, എഞ്ചിനീയറിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇവിടെ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് that enables a company to compete in the market in the long run. അതായത് ഇവിടെ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കാണുന്ന സിസ്റ്റമാണ് ടാർഗറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ടാർഗറ്റ് പ്രൈസ്. ഒരു ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് എന്ത് ഇവിടെ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ടാർഗറ്റ് കോസ്റ്റിങ്ങും അതേപോലെ സർവീസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. ഇവിടെ എന്താണ് ടാർഗറ്റ് കോസ്റ്റിംഗ് ടു ഡിസൈൻ പ്രൊഡക്റ്റ് കോസ്റ്റ് ടു മീറ്റ് പ്രീ ഡിറ്റർമൈൻഡ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് പ്രോഫിറ്റ് മാർജിനാണ്. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് എ സ്പെസിഫിക് സർവീസ് ടു കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമർക്ക് ഒരു സ്പെസിഫിക് സർവീസ് കൊടുക്കുന്നതിൽ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഫോക്കസ് ഓഫ് തിയറി ഓഫ് കൺസ്ട്രെയിൻ, TOC ആണ്. അതായത് തിയറി ഓഫ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ കൺസ്ട്രെയിൻ. ഇവിടെ പറയുന്നത് എന്താണ്, ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എന്തായാലും ഒരു കൺസ്ട്രെയിൻ ഉണ്ടാകും, അതായത് ഒരു തടസ്സം ഉണ്ടാകുമെന്നുള്ളതാണ്. കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ
any factor that limits the organization from getting of whatever it strives for. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കിട്ടാതിരിക്കുന്ന, അതിനെ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, ഒരു ഫാക്ടർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് TOC പറയുന്ന ഇതാണ്, തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഇതാണ്. എല്ലാ ഓർഗനൈസേഷനും ഇത്തരത്തിലുള്ളൊരു കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇനി എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾസ് ഓഫ് കൈസൻ കോസ്റ്റിംഗ് ആണ്. കൈസൻ കോസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചത്. ആദ്യം കൈസൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ആൻഡ് മാനേജിങ് കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു എസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റിംഗ് എന്നാണ് ഇതിനെ റെഫർ ചെയ്യുന്നത്. അതായത് ജപ്പാനീസ് ടേം അതിൽ നിന്നാണ് ഇത് വന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതായത് കൈസൺ എന്ന് പറയുന്ന 2 വേർഡിൽ നിന്നാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഇൻ റിലേറ്റീവ്ലി സ്മോൾ ആക്ടിവിറ്റീസ് റേദർ ദാൻ മേജർ ഇന്നോവേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ സ്മോൾ ആക്ടിവിറ്റീസൊക്കെ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കൈസൻ കോസ്റ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നതാണ് കണ്ടിന്യൂസ് ഇൻക്രിമെൻ്റൽ ഇംപ്രൂവ്മെൻ്റ് ആണ്, വേസ്റ്റ് എലിമിനേഷൻ, എംപ്ലോയി എംപവർമെൻറ്റ്, കോസ്റ്റ് റിഡക്ഷൻ ഫോക്കസ് ഒക്കെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾസ് വരുന്നത്. ഇനി ഡിഫൈൻ പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോയെ സൂചിപ്പിക്കുന്നതാണ് എന്ത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട് വി പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് വി ഹാവ് സ്പെൻഡ് ടു പ്രൊഡ്യൂസ്. ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെയും അതേപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ഇത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ബാക്ക് ഫ്ലഷ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാക്ക് ഫ്ലഷ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ദാറ്റ് റെക്കോർഡ് കോസ്റ്റ് ആഫ്റ്റർ ഗുഡ് ഈസ് സോൾഡ് or service is completed. ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം റെക്കോർഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക, ബാക്ക് ഫ്ലഷ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബാക്ക് ഫ്ലഷ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ദാറ്റ് റെക്കോർഡ്സ് കോസ്റ്റ് ആഫ്റ്റർ ഗുഡ്സ് ഈസ് സോൾഡ് ഓർ എ സർവീസ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി എന്താണ് ജിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ്. അതായത് ഇറ്റ്സ് എ ലീൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വെർ റോ മെറ്റീരിയൽ ആൻഡ് പാർട്സ് ആർ ഓർഡേർഡ് ആൻഡ് ഡെലിവേർഡ് എക്സാക്ട്ലി വെൻ ദേ ആർ നീഡഡ് ഫോർ പ്രൊഡക്ഷൻ. നോർമലി ഒരു മാനുഫാക്ചറിങ് കൺസേൺ ഒക്കെ അവർക്ക് പ്രൊഡക്ഷൻ ആവശ്യമായ മെറ്റീരിയൽ വാങ്ങിയിട്ട് വെയർ ഹൗസിൽ സൂക്ഷിക്കുന്ന സിസ്റ്റമാണ് ഉണ്ടാവുക. എന്നാൽ ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് എന്താണ്? ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാകുന്ന സമയത്ത് മാത്രം, ഓക്കെ, മെറ്റീരിയൽ ആവശ്യമാകുന്ന സമയത്ത് മാത്രം പർച്ചേസ് ചെയ്യുന്നു, ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന സിസ്റ്റമാണ് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദി പ്രോബ്ലംസ് ഇൻ ത്രൂപുട്ട് അക്കൗണ്ടിങ്? ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് എക്സസീവ് ബജറ്റ് കട്ട്, റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫ്, റിക്വയർസ് അണ്ടർസ്റ്റാൻഡിങ്, ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് മെട്രിക്സ്, ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ നോൺ ബോട്ടിൽനെക്ക്, കോൺഫ്ലിക്ട്സ്, ബിഗ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ ത്രൂപുട്ട്, ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് വരുന്നത്. ഇനി വാട്ട് ആർ ദി ടൂൾസ് യൂസ്ഡ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൈസൻ കോസ്റ്റിംഗ് ആണ്. ഓക്കെ, അതിൽ പാരറ്റോ ചാർട്ട്, കൺട്രോൾ ചാർട്ട്, ഫ്ലോ ചാർട്ട്, ചെക്ക് ഷീറ്റ്, കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ റൺ ചാർട്ട്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതായത് കൈസൻ കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടുകളാണ്, അല്ലെങ്കിൽ എന്താണ് ടൂൾസുകളാണ്. നെക്സ്റ്റ് ബ്രീഫ്ലി ഡിസ്കസ് ദി എമേർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ച്. ഇതിൽ വരുന്ന ഏതൊക്കെയാണ്? ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്, തിയറി ഓഫ് കൺസ്ട്രെയിൻസ്, ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച്, ലീൻ മാനേജ്മെൻറ്റ്, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, വാല്യൂ ചെയിൻ അനാലിസിസ്, ആക്ടിവിറ്റി അനാലിസിസ്. നെക്സ്റ്റ് കൈസൻ കോസ്റ്റിംഗ്. മറ്റൊന്ന് വരുന്നത് എന്താണ്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, ബാക്ക് ഫ്ലഷ് കോസ്റ്റിംഗ്. ഇത് മൊത്തം എന്താണ്? ഈ ഒരു എമേർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നതിൽ വരുന്നതാണ്. ഈ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചത്, ബ്രീഫ്ലി ഡിസ്കസ് എമേർജിംഗ് കോസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ ടേമിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലിങ്ക്. ഇനി നെക്സ്റ്റ് റൈറ്റ് എ നോട്ട് ഓൺ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ജിറ്റ് ആണ്. ജിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ആൻഡ് റിലവൻ്റ് ആൻഡ് നെസസറി എക്സ്പെൻഡിച്ചർ. അതായത് മുമ്പേ ഉള്ള ഒരു എഫിഷ്യൻറ്റ് ഓപ്പറേഷനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്ത ഒരു കോസ്റ്റ്, അത് എന്ത് ചെയ്യുന്നു? മാനേജ്മെൻറ്റ് മുമ്പേ സെറ്റ് ചെയ്ത് വെക്കുന്നു കോസ്റ്റായിട്ട്, പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റായിട്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് ബേസിസ് ഫോർ പ്രൈസ് ഫിക്സേഷൻ ആൻഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ. ഓക്കെ, ത്രൂ വേരിയൻസ് അനാലിസിസ്. അപ്പോൾ ഇത് നമ്മൾ വേരിയൻസ് അനാലിസിലൂടെ കോസ്റ്റ് കൺട്രോളിനും പ്രൈസ് ഫിക്സ് ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തിയറി ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ലോങ് വീഡിയോ ആയിട്ടുണ്ട്. എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നന്നായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.